സൈസ് സാധനത്തിന് അവിടെ തന്നെ പൊക്കിയിട്ടുണ്ട്. ഓ ഇതാണ് ശരിക്കും ചിത്രലാട. പൊളിച്ചു ഇഞ്ഞ് പിടിച്ചാൽ കിട്ടില്ല, ഇഞ്ഞ് വയസ്സാകാനും പിടിച്ചാൽ കിട്ടില്ല മക്കളെ കേട്ടോ. ഈ ടൈപ്പ് എല്ലാം കിട്ടണം, നല്ല സാധനങ്ങളാണ്, അടിപൊളി സെറ്റ് ഒരെണ്ണത്തിനാണ് കിട്ടിയേ. ഹായ് നമസ്കാരം, വോൾഗ ഫിഷിംഗ് ബ്ലോഗിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അടിപൊളി വീഡിയോ ആണോയെന്ന് നമുക്കിന്ന് സ്പോട്ടിൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ പോണത് ആലപ്പുഴയ്ക്കാട്ടോ. ആലപ്പുഴ ഒത്തിരി നാളായി നമ്മൾ ആലപ്പുഴയിൽ പോയി ഫിഷിങ്ങൊക്കെ നടത്തിയിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കൂട്ടുകാർ വിളിച്ചായിരുന്നു, അവിടെ അത്യാവശ്യം മീൻ പൊങ്ങുന്നുണ്ട്, വന്നാൽ പിടിച്ചെടുക്കാം, വീഡിയോയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇന്നത്തെ ഫിഷിങ് നമ്മൾ ആലപ്പുഴ ഫിക്സ് ചെയ്തു. ഇന്ന് നമ്മുടെ കൂടെ ശ്രീകുട്ടനുണ്ട്, പിന്നെ നമ്മുടെ സ്ഥിരം ആൾ വൈശാഖ് ബ്രോ ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാമറമാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് വീഡിയോ അടിപൊളി ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ അടിപൊളി ആവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഫിഷിങ് നമ്മൾ തുടങ്ങും കേട്ടോ. ഇന്ന് ഒരുപാട് നാൾ കൂടി നമ്മൾ ആലപ്പുഴ ഫിഷിങ്ങിനായിട്ട് വന്നത്. വിളിച്ച് ചോദിച്ചപ്പോൾ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്, കാര്യമായിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും ഇവിടെ ഒന്ന് കണ്ടിട്ട് ഒത്തിരി കാലം ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് വന്നു. നമ്മളിവിടെ മീൻ അത്യാവശ്യം കിട്ടുമെന്ന് നോക്കും, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടുണ്ട്. സിലോപ്പിയൊന്നും പോണ സ്പോട്ടിൽ കിട്ടില്ല, അവിടെ വാഹയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ വാഹയടിച്ച് എല്ലാവരും ബോറടിച്ചു, ഞങ്ങളും ബോറടിച്ചു, കാഴ്ചക്കാരും ബോറടിച്ചു. അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചേക്കാന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ആലപ്പുഴയ്ക്ക് വന്നേക്കണം കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, ഇവിടെ നിന്നെല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നമുക്ക് സ്പോട്ട് മാറണം. എന്തായാലും വന്നില്ലേ, തൊടുപുഴയിൽ നിന്ന് 10-90 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നതല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ട് പോയാൽ നഷ്ടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, വലിയ മീനല്ല, എന്നാലും ആവറേജ് മീനാട്ടോ അതൊക്കെ. അത് ഞാനേ ശരിക്കും പറയാതെ മീനാണെന്ന് ഡൗട്ട് അടിച്ചടിച്ചതാ, ഡൗട്ടായിരുന്നു എനിക്ക്. നോക്ക്, മീനായിരുന്നത്. മീനൊന്നും ഞാൻ കണ്ടില്ല, ചുമ്മാ ഒരു ഡൗട്ട് തോന്നി ഒരു അടി അടിച്ചാൽ മീനായിരിക്കും എന്ന് ഓർത്ത്. എന്നാലും മികച്ച തീരുമാനമായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ കന്നി അംഗം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി മുമ്പോട്ടുള്ള യാത്രകൾ എങ്ങനെയായിരിക്കുമെന്ന് ഗസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. ഇന്ന് മീൻ വളരെ ശോകമാണെന്നുള്ളതാണ് നമ്മളിവിടെ വന്നപ്പോൾ അറിവ്. ഒത്തിരി നാൾ കൂടി നമ്മൾ ആലപ്പുഴയ്ക്ക് വന്നത്. അനങ്ങാണ്ടിരിയടാ. ഇന്ന് അയച്ചൊന്ന് ഇടട്ടെ ഇവിടെ. ആ എന്നാ മണ്ടത്തരാടാ ഞാൻ കാണിച്ചേ. അത് തിരിച്ചു കുത്തിയിട്ടല്ല ഞാൻ. അങ്ങനെ പറ്റില്ല അല്ലേ. ചില സമയത്ത് നമുക്ക് നമ്മുടെ ഇല തന്നെ പോണൊരു സന്ദർഭമുണ്ട്. എന്നാ നീ അവിടെ കിട പോകണോ വീണ്ടും വെള്ളത്തിലേക്ക്? ഓ ആ മറിഞ്ഞു വേണം ഒറ്റയടിക്ക്, അതിൻ്റെ ചുണ്ട കയറി കിടക്കുക. നോക്കിയേ, ചുണ്ടത്തെ കയറിയേക്കണേ ഹള്ളിയാ. ഓനാണോ കിട്ടിയാ കിട്ടി, കണ്ണിലാണ് കയറിയേക്കണേ. എൻ്റെ അളിയ അക്കരെ സൈഡിലായിരുന്നു കേട്ടോ മച്ചാന്മാരെ മീൻ നിന്നേ. ശരിക്കും അക്കരയിലാണ് മീൻ നിന്നേ. മർമ്മത്ത കയറിയേക്കണം. നോക്ക്, സെയിം വലിപ്പം. സ്പോട്ട് ഡെഡായില്ല, പക്ഷെ കറക്റ്റ് കയറിയേക്കണോ മർമ്മത്ത്. അത് അക്കരയിലാണ് നിന്നേ. 2 ഉണ്ടായിരുന്നു. നീ കണ്ടോ, ഒന്ന് പിടിച്ചാൽ ഊരി പോയാൻ കേട്ടോ. അപ്പോൾ അതെ 2ാമത്തെ കേട്ടോ. ഇനിയും നമുക്ക് നോക്കാം. മീൻ വളരെ കുറവാണ്, എന്നാലും നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. അക്കരെ കൂടെയൊക്കെ നിൽക്കണം മീൻ. അപ്പോൾ നമ്മൾ മീനെ നോക്കി കട്ട വെയിറ്റിങ്ങിലാട്ടോ. മീൻ വളരെ കുറവാണ്. എന്തായാലും നമുക്ക് എല്ലാം കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കാം. ഇനി സ്പോട്ട് വല്ലതും മാറി നോക്കിയാലേ അടുത്ത കേസ് അറിയത്തുള്ളൂ. എന്തായാലും ഇവിടെ നമുക്ക് കുറച്ച് നേരം നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അതുണ്ട് ഇല്ലേ, ഉണ്ടെന്നേ. ഞാൻ കണ്ടോ, ഞാൻ കയറണം, ഞാൻ കണ്ടാടാ. അതല്ലേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു.
ചാടി പോവോ? പറയേ. ഏ അപ്പുറം കയറി. ഇത് അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു സാധനം കിട്ടിയേക്കണേ. നല്ല സെറ്റ് സാധനത്തിന് കിട്ടിയേ. അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അടിയിലൊരു ചെറുതുണ്ടെന്ന്. ആ മീനെ ശ്രീകുട്ടം കൊണ്ട് ഇട്ടിട്ട് വരട്ടെ. നമുക്ക് 2 അടി അടിച്ചാൽ പിന്നെ മീനെ കിട്ടില്ല. അത് ഏറ്റവും വലിയ പ്രശ്നം. 2 അടി അടിച്ചപ്പോഴത്തേക്കും പിന്നെ മീനെല്ലാം പേടിയാവും. പിന്നെ ഒരെണ്ണം ആ പ്രദേശത്തേക്ക് വരത്തില്ല. ഇച്ചിരി വെയിൽ വരുമ്പോഴത്തേക്കും പൊങ്ങണ്ടാവുമാർ. ഉണ്ട്. ഞാൻ കണ്ടില്ല കൊള്ളണേ. ചെറിയ മീനാ, എന്നാലും കുഴപ്പമില്ല. ഒത്തിരി നാളായാലും ഇങ്ങോട്ട് വന്നിട്ട്. കാണുന്ന മീനൊക്കെ അടിച്ചെടുക്കാം. തീരെ പൊടീനെ നമുക്ക് ഒഴിവാക്കാം. കൈപ്പത്തി ഒരു അത് കുഴപ്പമില്ല. തീരെ ചെറുതൊന്നുമല്ല. കൈപ്പത്തിക്ക് മേളിലുള്ള ഒരു മീനാ അത്. എടാ പാവി, അവൻ അവിടെ പോയി ഒളിച്ചിരിക്കണു. എന്നെ കാണാണ്ടേ ആ ചപ്പിനകത്ത് കയറി ഒളിച്ചിരിക്കണു. അവൻ അവിടെ കയറി ഒളിച്ചിരിക്കാൻ കൊള്ളാവോ? അത് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത്. 1-2 കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം അവനെ കിട്ടുമെന്ന്. കയറ്റം കാണണ്ടേ? 2 നടി അടിച്ചപ്പോഴത്തേക്കും പേടിച്ചു. അതും എല്ലാം മീഡിയം ടൈപ്പാണ് പൊങ്ങണേ. വാ എടുത്തു. വാ. ഇതേ വൈശാഖ് വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വാ. അവിടെ നിന്ന് അവനവിടുന്ന് വിളിച്ചിട്ടുണ്ട്. വണ്ടി എടുക്കണ്ട. ഈ ഡോറടച്ചേരെ ലോക്ക് ചെയ്ത് താക്കോലും ഇരിക്കും. വാ. മീനുണ്ടോ? ഉണ്ടോ? ഓ, ണ്ടോ ഒരു മഞ്ഞ ഒരു സാധനം കിടക്കുന്നുണ്ടോ? നീങ്ങണുണ്ടോ? അവിടെ ഒരു കേബിൾ കിടപ്പുണ്ട്. കളിയാ ഇറങ്ങേണ്ട വരും. ഇല്ല, പോന്നു. എവിടെ മുഴുത്താനുണ്ടെങ്കിൽ ഇങ്ങോട്ട് താട്ടെ. മുഴുത്താടെ അത് നല്ലതാണല്ലോ മച്ചാനേ. മീൻ ഇത് അടുത്ത കേട്ടോ. എല്ലാം കുഴപ്പമില്ലാത്ത മീനുകളാ. കറി ഇല്ലടാ. ഓ, നല്ല അട്ടിയായിരുന്നു. നല്ലൊരു ഷൂട്ടായിരുന്നു. നല്ല മീൻ പറഞ്ഞല്ലോ പറഞ്ഞു. പോടാ. പിന്നില്ലണ്ടോ നിന്ന് ഇവിടെ ഒരു സിംഗിൾ അവിടെ ഇപ്പൊ ഒന്നില്ലേ? അവിടെ ഒരു കൂട്ടം 5-6 എൻ്റെ നാട്ടിലെ മന പോയി. പോയോ? മാറ്റിയിരുന്നു. ആകുമ്പോ ചേർത്ത് തുടങ്ങും. അടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നപ്പോഴത്തേക്കും
അത്യാവശ്യം മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാക്സിമം അടിച്ച് കയറ്റാൻ പറ്റുന്ന മീനെ ഇവിടെ നിന്ന് അടിച്ച് കയറണം. ഈ ടൈപ്പ് മീനെ കിട്ടിയാൽ മതി നമുക്ക്. അധികം വലുത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 2. ഇതിൽ വെള്ള കവർ കിടക്കുന്നുണ്ടോ? ഞാൻ അടിച്ച 2 മീൻ ഹെവി മീനായിരുന്നു. അതിൽ ഓർണം റെഡ് സിലോപ്പി ആയിരുന്നു. കയറിയിട്ടുണ്ട്. മെഷീനൊക്കെ മൊത്തം കംപ്ലൈൻ്റ് ആയി തുടങ്ങി. കറക്കിയിട്ട് കയറല്ല. ഇതിൻ്റെ അടുത്ത് ഓർമ്മ കേട്ടോ. വണ്ടി ആടിപ്പോണോ വണ്ട് ഉണ്ടോ? ഒരു സ്ഥലത്ത് വണ്ടി കയറണുണ്ടോ? അപ്പോൾ നമുക്കിവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. പമ്മിൽ പോയി നോക്കാം. ഒരെണ്ണത്തിനെ കണ്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളത്തിൻ്റെ അടിയിലാണ് നിന്നെ. ഒരു ചുമന്ന കളർ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാ. പിന്നെ അഴിച്ച് നമുക്ക് ഇവിടെ ഇട്ടാം. അവിടെ കട. നെക്സ്റ്റ് ആരാളുള്ള നോക്കട്ടെ കേട്ടോ. വലിയ മീനൊക്കെ കാണുവാണെന്നെങ്കിലേ നമുക്ക് അടിച്ചെടുക്കാം. പക്ഷെ വലുതൊന്നും അങ്ങനെ കണ്ട് കിട്ടുന്നില്ല. എല്ലാം ആ ടൈപ്പാണ്. പിന്നെ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ അത്യാവശ്യം മുഴുത്ത് കാണുള്ളൂ. നെക്സ്റ്റ് നോക്കാവേ. കുറേ നേരമായി അങ്ങനെ ആ ഇലയുടെ മറവിലേ മറഞ്ഞവൻ പതുക്കെ ഒഴുകി താഴത്തേക്ക് പോണു. എനിക്ക് 2-3 പ്രാവശ്യം സംശയം തോന്നി അത് മീനാണോ എന്ന്. എന്നിട്ടാണ് ഞാൻ അടിച്ചത്. പമ്മി നിന്നേ ഇല തിന്ന് താഴത്തേക്ക് പോണു. ഓർമ്മ അവിടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പാലത്തിൽ നിന്ന്. അവിടെയൊക്കെ പോയി തെണ്ടിത്തിരിഞ്ഞ് വന്നപ്പോൾ കിട്ടിയതാ. മൂന്നെണ്ണം ഒറ്റത്തോട്. തുറന്നിട്ടേക്ക് വരണോ? നിറയട്ടെ അങ്ങോട്ട്. ഞങ്ങൾ നിറയട്ടെ. ബോക്സ് നിറയട്ടെ. ആ ഇത് ആലപ്പുഴയിലെ എല്ലാ കില്ലാടിമാരും ഉണ്ട് കേട്ടോ. ഇത് അങ്ങേയറ്റത്ത് നിൽക്കണം വിശാഖനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിശാഖനെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് അടുത്ത ആൾ ഈ നിൽക്കുന്ന ഒരാൾ. ഇത് അടുത്ത ആൾ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ആലപ്പുഴയിലെ പുലിക്കുട്ടികളാട്ടോ. ഇതൊക്കെ നമ്മളിവിടെ വന്ന് പരിചയപ്പെട്ട എല്ലാം നമ്മുടെ കമ്പനിക്കാരാട്ടോ. എല്ലാം സ്ലിംഗ് ഷോട്ട് അടിക്കാരാ. ഇത് ഇവിടെ ചറപറ അടിയുണ്ട്. നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന്. വാ. ഉണ്ടോ? മീനുണ്ടോ? അതേ മീൻ വന്നു. പറഞ്ഞു തീർന്നില്ല. അതിലും അതേ മീനടിച്ച് കയറ്റിയിരിക്കുന്നു ആലപ്പുഴയിലെ പുലിക്കുട്ടികൾ. അതൊന്നും കുഴപ്പമില്ലെന്നേ. പീക്കിരിയിൽ അടിച്ചു വിളിക്കാനല്ലേ പാട്. വലയിൽ അടിച്ചു വിളിക്കാൻ പാടുമല്ലോ ഉണ്ടോ? ഇത് പീക്കിരി ഒന്നുമല്ലോ. നല്ല സാധനമല്ലോ.
കയറി 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 കയറി. നൈസ് ഷൂട്ട്. എല്ലാവരും അടിച്ച് തെളിഞ്ഞു. പോകണം മാച്ചാൻ. ഓ തലക്കടിച്ച് പോലെ വിളിയാ, ഒറ്റയടിക്ക് പോയി. ഇവരെന്നാ ഇവിടെ കിടന്ന് അംഗം കാണിക്കണേ? എടാ ഇങ്ങനെ പിടിക്കും മീൻ, അതേന്നില്ലേ ഒരനക്കൂലാണ്ട് വന്നു നോക്കിയേ. അത് ചത്ത് മലച്ചു പോയെന്നേ. നൈസ് മീനാ. ഇത് അടുത്ത ജിത്ത് ഉൾക്കാടിച്ചു. തലയില അടിക്കുന്നു, അപ്പൊ ബോധം കെടുത്തുന്നു. നല്ല മീനാ, നല്ല വെയിറ്റ് ഉണ്ട് ആ സാധനത്തിന്. അത് ഇന്നത്തെ ഹെവി കേട്ടോ, സൈസ് സാധനത്തിന് അവിടെ തന്നെ പൊക്കിയിട്ടുണ്ട്. ഓ ഇതാണ് ശരിക്കും ചിത്രലാട. ഇതിൻ്റെ എലികളിയാ ഡാട്ട് കയറിയേക്കണത്. ഇതതിന് എങ്ങനെ ഊരി എടുക്കളിയാ കളിയാ, 8ൻ്റെ പണിയാളിയാ കിട്ടിയേക്കണേ. ഓ ലക്ഷപ്പെട്ടു. അതിൻ്റെ അകത്ത് 3 ഉണ്ടായിരുന്നു ആ ടൈപ്പ് തന്നെ. 3 നല്ല സാധനമായിരുന്നു. ഇങ്ങ് പോരെ, ഇങ്ങ് പോരെ. എന്നാടാ കാണിക്കണവൻ? അയ്യോ ചെറിയ പിടുത്തമുള്ളേ, പറിക്കല്ലേ പറിക്കല്ലേ, ചെറിയ പിടുത്തമുള്ളേ. ഒയ്യോ ഇവരെന്നെ കാണിക്കണേ. ഭയങ്കര ഫൈറ്റിങ്, ചുമ്മാ രക്ഷയില്ലാത്ത ഫൈറ്റിംഗ് ഒക്കെ ഫൈറ്റ് ചെയ്യാം. അയ്യോ ഒന്ന് കയറട്ടെ കേട്ടോ, കാണിച്ചുതരാം. അമ്മേ അടിപൊളി സെറ്റ് ഒരെണ്ണത്തിനൊക്കെ കിട്ടിയേ. ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ അകത്ത് കയറാതെ എല്ലാം നല്ല സൈസ് സാധനങ്ങൾ അവിടെ നിൽക്കണം, കളയാൻ പറ്റില്ല അടി കൊണ്ടിട്ട്. കണ്ടോ, എനിക്കറിയാതെ അടി കയറിയിട്ടില്ലാന്ന് നഷ്ടമായിട്ട്. അടിപൊളി സാധനം. എൻ്റെ അമ്മേ, ഈ സ്പോട്ടിൽ വന്നിട്ട് 3ാമത്തെ കേട്ടോ ഈ ടൈപ്പ് എല്ലാം കിട്ടണം. നല്ല സാധനങ്ങളാണ്. അപ്പോൾ അടുത്ത് നോക്കാം. ഓപ്പറേഷന് ഡോക്ടർ റെഡിയാക്കണ ഗ്ലൗസൊക്കെ ഇട്ട്. ആ വെളിന്നിട്ട് അടിച്ചേ. പറയരുത് പറയരുത്, അടി വെച്ചെറിഞ്ഞ് പറഞ്ഞ. എൻ്റെ എല്ലാം ഈ തലക്കിട്ട് പോയിക്കൊള്ളാനാണ്. അതായത് ഇതും തലയെ കൂടെ പറഞ്ഞാൽ അപ്പുറം പോയി. നോക്ക് നോക്ക്, ഇത് സാധനം കളിയാ. ഇത് നോക്കോ ഇതാ, നോക്ക്. ഇത് എങ്ങനെ ഊരിയെടുക്കണേ? ഡെയിലി അണ്ടകടാകത്തിൽ കൂടെ കയറിയേക്കണേ. അത് തിരിച്ച് അത്രയും കയറിപ്പോയില്ലായിരുന്നെങ്കിൽ ഊരിയെടുക്കാൻ എളുപ്പമുണ്ട്. അതും അതും ഒരു കണക്കിന് ശരിയാണ്. ചുമ്മാരി 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 ചുമ്മാരി. ഉണ്ടോ മീനുണ്ട് മീനുണ്ട് മീനുണ്ട്. കട്ടി ചെയ്ത് അവിടെ കുത്തുമ്പോൾ എനിക്കറിയാം മീനെല്ലാം. ഓ എൻ്റെ അള്ളിയ ആ എന്നാ പഴച്ച പരിപാടിയാണ്. ഇനി ഗ്ലൗസ് എന്താടാ നിൻ്റെ? കയറി. ഓ ഓ പൊളിച്ചു.
പൊളിച്ചു. ഇനി പിടിച്ചാൽ കിട്ടില്ല, ഇനി വൈശാഖനെ പിടിച്ചാൽ കിട്ടില്ല മക്കളെ. സങ്കടങ്ങൾ മൊത്തം അങ്ങോട്ട് തീർക്കുക. അപ്പോൾ എന്നാ അട്ടിയാണ് അടിച്ചത്. അത് 3 മീൻ നിന്നായിരുന്നു തുളഞ്ഞപ്പുറം പോകാൻ. ആമാതിരി പവറായിരുന്നു അട്ടിക്ക്. വൈശാഖ് അടുത്തതിനെ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി വാശിയാ എല്ലാത്തിനും. ഇനി നമുക്ക് അടുത്ത പറ്റുമോ നോക്കട്ടെ. വൈശാഖ് മാത്രം അടിച്ചാൽ ശരിയാണ്, നമുക്ക് അടിക്കണ്ടേ. എടാ മീനെ വൈശാഖേ, അത് അങ്ങോട്ട് പോയ ആൾ ഇങ്ങോട്ട് വന്നു. അതെയോ? ആ ഇന്ന് ഞായറാഴ്ച ആലോ അല്ലേ അളി. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല, സൂര്യൻ നിൽക്കണ ഉച്ചയില്ല. സമയം 1 മണിയായി ഉച്ചയ്ക്ക്. നമ്മൾ 7 മണിയായപ്പോൾ ഇവിടെ വന്നാൽ അത്യാവശ്യം മീൻ കിട്ടിയിട്ടോ. നമ്മൾ ആലപ്പുഴയ്ക്ക് ഒത്തിരി ദിവസം കൂടിയാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു അത്യാവശ്യം മീനൊക്കെ ഉണ്ട്, ഒരു വീഡിയോക്കുള്ള സ്കോപ്പൊക്കെ ഒപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അതിൽ കൂടുതൽ മീൻ കിട്ടിയിട്ടോ. നമുക്കൊരു 10-15 കിലോ മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ട വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ പറയും പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.